ISL 10ാം സീസൺ ആദ്യഘട്ടം അവസാനിച്ചപ്പോൾ മികച്ച രീതിയിൽ സീസൺ തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സിനെ ഇടയ്ക്ക് വെച്ച് പ്രധാന താരങ്ങൾക്ക് പരിക്കേറ്റിട്ടും ഒന്നാമനായി തന്നെയാണ് ഇടവേളയിലേക്ക് പോകാനായത്. അതിന് പ്രധാന കാരണം മികച്ച യുവതാരങ്ങളടങ്ങുന്ന ബെഞ്ച് സ്ട്രെങ്ത് തന്നെയായിരുന്നു. എന്തായാലും നാളെ സൂപ്പർ കപ്പിന് ബ്ലാസ്റ്റേഴ്സ് ചുവടുവെക്കുമ്പോൾ ഐബാൻ മുതൽ വിപിൻ വരെയുള്ള പരിക്കേറ്റ് പോയ ഇന്ത്യൻ താരങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കാം. ഐബാൻ നിലവിൽ സർജറി കഴിഞ്ഞ് റീകവറി പ്രോസസ്സിലാണ് ഉള്ളത്. താരം ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ചിലപ്പോൾ സീസൺ അവസാനത്തിൽ തിരികെ എത്തും. പക്ഷേ അടുത്ത സീസണിലായിരിക്കും താരം ബ്ലാസ്റ്റേഴ്സിനായി കളിക്കുക. അതുപോലെ പരിക്കേറ്റ ഫ്രെഡിയും ജിക്സണും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടീമിനൊപ്പം ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞു. ഫ്രെഡി ഇൻഡിവിജ്വൽ ട്രെയിനിങ് നടത്തുമ്പോൾ ജിക്സൺ ടീമിനൊപ്പം പ്രധാന ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞു. ഫ്രെഡി കളത്തിലേക്ക് ഇറങ്ങാൻ കുറച്ചുകൂടി സമയം എടുക്കുമെങ്കിലും ജിക്സൺ സൂപ്പർ കപ്പിന് ശേഷം ബ്ലാസ്റ്റേഴ്സിനായി ബൂട്ടുകെട്ടും. കൂടാതെ അവസാനമായി പരിക്കേറ്റ വിപിൻ മോഹനൻ നിലവിൽ ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞു. ചെറിയ പരിക്കായതുകൊണ്ട് തന്നെ താരത്തിന്റെ പരിക്ക് മാറിയിട്ടുണ്ടെങ്കിലും പ്രധാന മത്സരങ്ങളിൽ താരത്തെ ഉൾപ്പെടുത്തിയാൽ മതിയെന്നാണ് ടീമിന്റെ തീരുമാനം. സോ താരത്തെ കൂടുതലായും സൂപ്പർ കപ്പിന് ശേഷം പ്രതീക്ഷിച്ചാൽ മതി. ജിക്സണും വിപിനും നിലവിൽ ടീമിനൊപ്പം സൂപ്പർ കപ്പിനായി ഒഡീഷയിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും പരിക്കേറ്റ ലൂണ ഒഴികെയുള്ള എല്ലാവരും ടീമിനൊപ്പം ചേർന്നത് തീർച്ചയായും സന്തോഷം നൽകുന്ന വാർത്തയാണ്. അധികം വൈകാതെ തന്നെ കളത്തിലേക്ക് താരങ്ങൾക്ക് മടങ്ങിയെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.